നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു കലക്ക് കലക്കാമെന്ന് കരുതിയിട്ടാണ് ഈ സർക്കാർ പ്രതിപക്ഷവുമായി ചേർന്നിട്ട് ഒരു വലിയ കളി കളിച്ചത്. പ്രതിപക്ഷം വീട് കിട്ടിയ ഒരു അവസരം, തനിക്ക് അടുത്ത മുഖ്യമന്ത്രിയാകാമെന്നുള്ള ഒരു പക്ഷേ വി ഡി സതീശന്റെ ഒരു വ്യാമോഹം. അപ്പോൾ അത് വ്യാമോഹമായി. ഇപ്പോൾ കാര്യം ജനങ്ങളുടെ മനസ്സിൽ അത്രത്തോളം എത്തി. ഒരുപക്ഷെ നല്ല ഒരു ഇമേജ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ കൂട്ടാനായുള്ള ശ്രമം പുറത്തു വന്നതോടുകൂടി, പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ ഈ കേസിൽ എടുത്ത നിലപാട്, കോൺഗ്രസ് എടുത്ത നിലപാട്, ആ നിലപാട് വ്യക്തമായതോടുകൂടി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഗോവിന്ദ ആയി മാറിയിട്ടുണ്ട്. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യ ഘട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു മുതൽക്കൂട്ടാവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും നടപടികളും എന്ന് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് ഹൈക്കോടതി തുമ്പില്ലാതാക്കി കൊടുത്തത്. ഹൈക്കോടതി നോട്ട് അറസ്റ്റ് പ്രഖ്യാപിച്ചതോടുകൂടി മുൻകൂർ ജാമ്യം ലഭിക്കുമെന്നും രാഹുലിന് ആ കേസ് ചീറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഏകദേശം വ്യക്തമായിട്ടുണ്ട്. അത് ഈ താഴത്തെ കോടതി, നമ്മുടെ സെഷൻ കോടതി തന്നെ എടുത്തിട്ടുള്ള മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ അതുണ്ട്. ബലാത്സംഗ കുറ്റത്തിനെ കുറിച്ച്, മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ആകെ പറയേണ്ടത് ഗർഭചിത്ര കേസാണ്. അത് മാത്രം വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വിധി കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഇനി മുന്നോട്ടുള്ള രാഹുലിന്റെ വിധി എന്നതുകൊണ്ട് ആ കേസ് തെളിയിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരല്പം വൈകിയാണെങ്കിലും നല്ല പണച്ചെലവുണ്ടാവും. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞതുപോലെ പരാതി കൊടുക്കുന്നവർക്കോട് കൊടുത്താൽ മതി. പക്ഷെ അതിന്റെ പിന്നാലെ പ്രതിയായി നടക്കുന്നവൻ, അവന്റെ കുടുംബം മറ്റ് നടക്കേണ്ടി വരും. ഈ സ്ഥിതി ഒന്ന് മാറണം. എന്തോ ആയിക്കോട്ടെ, അത് നിരപരാധിയായി വെറുതെ വിടുകയാണെന്നുണ്ടെങ്കിലാണ്. ഇവിടെ ട്വിസ്റ്റ് ആയത് രാഹുൽ മാങ്കൂട്ടം ആ കേസ് അഡ്മിറ്റ് ചെയ്തതാണ്. അതായത് ഇരയുമായി താൻ ബന്ധം ഉണ്ടായിരുന്നു, ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്തതാണ്. പക്ഷെ അത് പരസ്പര സമ്മതത്തോടുകൂടിയായിരുന്നു, ഇഷ്ടപ്രകാരമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് എന്നും അദ്ദേഹം അഡ്മിറ്റ് ചെയ്തതോടുകൂടി പ്രതിരോധത്തിന് ഒരു വകുപ്പില്ലാതെ. ഒരുപക്ഷെ അദ്ദേഹം അത് പ്രതിരോധിച്ചിരുന്നുവെങ്കിൽ, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കഥ മാറിയനെ. ഇവിടെ ഇത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് പോകുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഇവിടെ CPM മനസാ വ്യാജ കർമ്മണ വിചാരിച്ചിരുന്നതല്ല. രാഹുൽ മാങ്കൂട്ടം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു മുതൽക്കൂട്ട് തന്നെ ആകും എന്ന് കരുതിയിരുന്നു. അതിനുവേണ്ടിയുള്ള പരമാവധി ശ്രമം നടത്തുകയും ചെയ്തു. നമ്മൾ കണ്ടല്ലോ, എത്ര ദിവസമായി രാഹുൽ ഒളിവിലാണ്, പുറത്തിറങ്ങാൻ പറ്റുമോ? പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിയമ സംവിധാനം അതേപടി ഇവിടുത്തെ പോലീസിംഗ് സംവിധാനങ്ങൾ നടക്കാത്തത് കൊണ്ട് കോടതി എത്ര തന്നെ ഉത്തരവിട്ടാലും പിണറായി നേതൃത്വം കൊടുക്കുന്ന പോലീസിനും അത് ഒന്നും ബാധകമല്ല എന്ന കാരണത്തിൽ ഇറങ്ങാൻ പറ്റില്ല. പറയുന്നത് എന്താണ്? നിങ്ങൾ പോലീസിന് കീഴടങ്ങി നിയമത്തിന് വഴിപ്പെട്ടൂടെ, പിന്നെ നിയമത്തിന്റെ വഴിക്കാണ് നടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ചെയ്യാൻ. നിയമത്തിന്റെ വഴിക്കല്ലല്ലോ നടക്കുന്നത്. നിയമത്തിന്റെ വഴിക്കായിരുന്നെങ്കിൽ ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നോട്ടീസ് തന്നെ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് അല്ലെങ്കിൽ ചോദ്യം ചെയ്ത് വിട്ടയക്കേണ്ട കേസിലാണ് അറസ്റ്റ് ചെയ്ത്, ഇത് എന്റെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത കേസിലാണ് അന്ധമായ വിരോധ നിമിത്തം പിണറായിക്കെതിരെ നിരന്തരം വിമർശിക്കുന്നു എന്ന കാരണം കൊണ്ട് ആ കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വലിയൊരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച്, കോടതിക്ക് ചെല്ലുന്ന റിപ്പോർട്ട് അനുസരിച്ച് റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നെ റിമാൻഡ് ചെയ്തത്. സെഷൻ കോടതിക്ക് പക്ഷെ അത് മനസ്സിലായി, ഇവരുടെ ഉദ്ദേശം മനസ്സിലായതുകൊണ്ട് പിറ്റേന്ന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി. പക്ഷെ എങ്കിലും അറസ്റ്റ് പാടില്ലാത്ത ഒന്നിൽ റിമാൻഡ് ചെയ്യിച്ച ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതിനുവേണ്ടി പ്രവർത്തിച്ച പോലീസ് സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളതിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു സാധാരണക്കാരനാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള സർക്കാരിനെ മറിച്ചിടാൻ പറ്റുന്ന, പിണറായിക്ക് പേടി സ്വപ്നമായിട്ടുള്ള പിണറായിയെ എടോ വിജയ എന്ന് വിളിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്ന ഒരു നേതാവ്, ഇപ്പൊ കോൺഗ്രസ്സുകാരനല്ല, കാര്യം ഓക്കെ, നാളെ ഇനിയിപ്പോ കോൺഗ്രസിൽ വന്നുകൂടായൊന്നുമില്ല. ഏതായാലും അങ്ങനെയുള്ള ഒരാളെ കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് മാർഗം നോക്കുന്നത് നമുക്കറിയാലോ. അതുകൊണ്ടാണ് മൂപ്പർക്ക് ജാമ്യം ഉറപ്പാകുന്നത് വരെ മറ്റൊരു കേസും വരില്ല എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ഇറങ്ങാമെന്ന് കരുതുന്നത്. ഒരു അനുകൂല നിലപാട് വന്നതിന് ശേഷം ഇറങ്ങാമെന്ന് പറയുന്നത്. രാഹുലിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഏതായാലും CPMന്റെ ഒരു വലിയൊരു പ്രതീക്ഷയാണ് ഇല്ലാതായി പോയത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഉപയോഗിക്കാവുന്ന, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ കേസ് വന്നിട്ടുള്ള ഇരയെ ഗർഭചിത്രം നടത്തിച്ചു എന്നുള്ള, അനധികൃത ഗർഭചിത്രം നടത്തിച്ചു എന്നുള്ള കേസ് മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത കേസ് അത് ഇതിന് മുമ്പേ തന്നെ ചീറ്റിപ്പോകുന്നതാണ് തോന്നുന്നത്. ഏതായാലും ഈ രണ്ട് കേസും കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാം. അതിലൂടെ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായ ഒരു ആധിപത്യം കോൺഗ്രസിനെ പ്രതിരോധിച്ചുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണികളെ പ്രതിരോധിച്ചുകൊണ്ട് നേടാമെന്ന് കരുതിയത് വെളുക്കാൻ തെച്ചത് വെള്ളപ്പാണ്ട് പോലെ ആയി മാറി. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പൊ നോക്കൂ, നടൻ ദിലീപിനെതിരെയുള്ള ഒരു ദേഷ്യം നോക്കൂ ജനങ്ങൾക്ക്. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല, നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിട്ടു. ആ വിചാരണയുടെ വഴികൾ മുഴുവൻ രഹസ്യമായിരുന്നത് കൊണ്ടാണ് മീഡിയകൾക്ക് അത് പറയാൻ കഴിയാതെ പോയതും. മീഡിയകൾ തോന്നുന്നത് പോലെ റിപ്പോർട്ട് ഉണ്ടാക്കി, തോന്നുന്നത് പോലെ വാർത്തകൾ ചെയ്ത് മാധ്യമ വിചാരണ നടത്തി ജനങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാക്കി കൊടുത്ത് ദിലീപ് അത് ഗൂഢാലോചന നടത്തിയ ഒരാളാണ് എന്ന നിലയിൽ പ്രചരിപ്പിച്ച് ഇപ്പൊ ജനം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ദിലീപാണ് എല്ലാം ചെയ്യിച്ചത് എന്ന്.
പക്ഷെ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മാത്രമേ അത് അയാൾ ചെയ്യിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നോ തീർന്നൊരു വിഷയം, അതിനുശേഷം ആരോപിക്കപ്പെടുന്ന ആ വിഷയം നടന്ന ശേഷം, കാവ്യയുമായിട്ടുള്ള ബന്ധം, വിവാഹബന്ധം നടന്ന ശേഷം പിന്നെ അതിന് പ്രസക്തിയില്ല. എന്നിട്ടും ആ ബന്ധം കൂടി തകരുന്ന വിധത്തിൽ ഒരു ഗൂഢാലോചന അയാൾ നടത്തി എന്ന് പറയുമ്പോൾ അത് എന്തോ അങ്ങോട്ട് ലോജിക്കൽ അങ്ങോട്ട് ഒക്കണില്ല. അതും 1.5 കോടിക്ക് കരാർ ഉറപ്പിച്ചിട്ട് 10,000 രൂപ അഡ്വാൻസിന് ഒരു കൊടും കുറ്റവാളിയെ കൊണ്ട് ചെയ്യിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ എന്തോ ലോജിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ അയാൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും ഇരവാദം ഇപ്പൊ വല്ലാണ്ട് കൂടുമല്ലോ. ഇരവാദം, ഇര എന്ന് പറഞ്ഞാൽ പുണ്യാളത്തിമാരാണ് എന്നാണ് വൈപ്പ്. എന്റെ നിലപാടിൽ ഇരകളൊന്നും പുണ്യാളത്തിമാരല്ല. കുറെ പുണ്യാളത്തിമാരുണ്ട്, പക്ഷെ അവർ ഇരവാദവുമായി ഇങ്ങനെ നടക്കുന്നുമില്ല. അവർക്ക് അവരെ സഹായിക്കാൻ ആളില്ലാതെ, ഇങ്ങനെയുള്ള ആംഗ്ലമാരില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. മിക്കവാറും അത്തരത്തിലുള്ള പ്രതികൾ അവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ശരിക്കുള്ള ഇരകളുടെ കാര്യം അതാണ്. പക്ഷെ ഇവിടെ കൃത്രിമമായി ഉണ്ടാകുന്ന ചില ഇരകളുണ്ട്. അവർ ഇവിടെ റാണിമാരായി വലസുന്നുണ്ട്. അവരുടെ ക്രൂരതയിൽ ഇവിടെ ഇരകളായി പോകുന്ന കുറെ ചെറുപ്പക്കാർ നക്ഷത്രക്കാലെണ്ണി അവരുടെ സമ്പത്തും പോയി കുടുംബവും പോയി നാരണക്കലകി നടക്കുന്നുണ്ട്. ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും വരുന്നത്. അയാൾ ഒരു സാധാരണ ചെറുപ്പക്കാരനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ഒരു അല്പം അദ്ദേഹത്തിന്റെ ഒരു പാഠവും, നേതൃപാഠവും, ജനങ്ങളുമായി ഇടപഴകാനുള്ള ആ ഒരു കഴിവ്, ഒരു വിശ്വാസ്യത, അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പീഡന പരാതിയൊക്കെ വന്നാൽ, നേരത്തെ നമ്മൾ ദിലീപിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴും ഇരയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് വാശി പിടിക്കുന്നുണ്ട്. അതേസമയം അതേ ജനം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം അതിലും ക്രൂരമായി നേരിട്ട് ചെയ്ത വ്യക്തിയാണ്. ഇവിടെ ദിലീപ് ആ ഇരയെ നേരിട്ടൊന്നും ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞൊന്നും തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. വെറുതെ വിട്ട കേസാണ്. എന്നിട്ടും അയാൾക്കെതിരെ ഉണ്ട്. പക്ഷെ ഇവിടെ ചെയ്തു എന്ന് സ്വയം സമ്മതിച്ച ആളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. താനും ആ പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനടുത്ത് തോളത്ത് വെക്കുന്ന വലിയൊരു ജനവിഭാഗമാണ് ഇപ്പുറത്തുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും പിണറായിക്ക് ദേഷ്യം വരാതിരിക്കില്ലല്ലോ. കാരണം അവരുടെ ഉദ്ദേശം നടന്നിട്ടില്ല. ഇവിടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഒരു തുറുപ്പ് ചീട്ടായിട്ടാണ് ഈ കേസും കാര്യങ്ങളും പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്. അത് തന്നെ ഒരു വലിയ ബാലികേറാമലയായി ഒരുപക്ഷെ ഈ സർക്കാരിന് കിട്ടുന്ന ഒരു പ്രഹരമായി തന്നെ മാറിക്കൂടായുകയും ഇല്ല. ഇവിടെ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 2 പരാതികളുമാണ്. ഞാൻ മനസ്സിലാക്കുമ്പോൾ ആദ്യ പരാതിയോട് സാമ്യതയുള്ളതാണ് 2 പരാതി. അതായത് 2ന്റെ തിരക്കഥ ഒന്നാണ്. വായിച്ചു വെക്കാൻ വ്യത്യസ്തമായ 2 കഥകൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തിരക്കഥ ഒന്നാണ്. ആദ്യത്തെ കഥയിലെ പരാതിക്കാരി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആ കഥയിലെ പരാതിക്കാരിയുടെ ഒരു കഥ, ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ട് ഏകദേശം അതിനോട് സാമ്യമുള്ള മറ്റൊരു കഥയാണ് ബാംഗ്ലൂരിലെ കഥയായിട്ട് പുറത്തു വരുന്നത്. രണ്ടും ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നു. സോഷ്യൽ മീഡിയ പരിചയപ്പെട്ട ശേഷം പിന്നെ അവർ തമ്മിൽ സംസാരിക്കുന്നു. സംസാരിച്ച ശേഷം വിവാഹ വാഗ്ദാനം നടത്തുന്നു. വിവാഹ വാഗ്ദാനം നടത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു. കാര്യങ്ങളൊക്കെ നടന്ന ശേഷം ചവറ് പോലെ വലിച്ചെറിയുന്നു. കൊള്ളാല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണം, ആ പ്രചരണം എല്ലായിടത്തും യേശുവില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോഴത്തത്. ഈ തിരക്കഥകൾ ഒരുക്കുമ്പോൾ ഒരല്പം വിശ്വാസപൂർവ്വം ഒരുക്കില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ജനം, നാട്ടുകാർ ഇപ്പോ മന്ദബുദ്ധികളൊന്നും അല്ല എന്നും അവരൊക്കെ കേട്ടാൽ മനസ്സിലാകുന്ന വിധത്തിൽ ഒരുക്കില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടിക്കുമെന്നും മനസ്സിലാകാത്ത ആൾക്കാരാണോ ഈ കഥ ഒരുക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ രാഹുലിനെ കൂട്ടാൻ വേണ്ടി ഇറങ്ങുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. Different angles. Don't forget to subscribe and support this channel.